ഒരു സാധാരണ ഗ്രാമമുണ്ടായിരുന്നു. സ്വപ്നം എന്നാൽ എന്താണെന്ന് അറിയില്ല. അവർ പ്രകാശത്തെ പാവയ്ക്കുള്ള അടയാളമാണെന്ന് കരുതിക്കൊണ്ടിരുന്നു. അവിടെ വെള്ളിയിൽ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. മൗനോറോ കേളി. അതിനെ നോക്കി എല്ലാരും ചിരിക്കും. അതിന്റെ ഭാഗ്യം ഒരു രഹസ്യമായിരുന്നു. പക്ഷെ ശരിക്കുമുള്ള സമയം എത്തുമ്പോൾ നേരെന്താണെന്ന് എല്ലാരും അറിയും. പിന്നെ വെറും വേസ്റ്റും ചവറുമൊക്കെ വില ഉയർന്നതിന്റെ അടയാളമാണത്രേ. ആ ഗ്രാമത്തിന് നടുക്കായി തിളങ്ങുന്ന വെള്ളിയിലുള്ള ആ ടാങ്ക് ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ഇതിനെ വല്ലാതെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. അതിനെ നോക്കി കളിയാക്കി പറയും. അവർ സംസാരിക്കും, ഈ ടാങ്ക് ഒരു വേസ്റ്റ് ആണെന്ന്. കാരണം വെള്ളിയുടെ വില വളരെ കുറവാണ്. ചേട്ടാ, ഇവിടെ നോക്ക് ചേട്ടാ, ഇന്നും ആ തിളങ്ങുന്ന ടാങ്ക് അങ്ങനെ തന്നെ ഉണ്ടല്ലേ? അതെ, തിളങ്ങുന്നുണ്ട്, പക്ഷെ അത് ഉപയോഗപ്പെടില്ല. ശരിയാണ് പറഞ്ഞത്. ഹീരാലാലിന്റെ പൂർവികലിന് ഒട്ടും ബുദ്ധിയില്ല. അതെ അതെ, വിട്ടിട്ട് പോയതിനെ കണ്ടോ? ആ തിളങ്ങുന്ന ടാങ്കാണ്. അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. എന്റെ പൂർവികളൊക്കെ 3 കിലോ സ്വർണങ്ങൾ വിട്ടിട്ട് പോയി. പിന്നെ 1 ഏക്കർ സ്ഥലവും. അതിന്റെ വില ഇപ്പോൾ 30 ലക്ഷം ഉണ്ടാവും, അറിയുമോ? പിന്നെ എന്റെ പൂർവികളൊക്കെ ഗ്രാമത്തിലുള്ള വീട്ടിനെയും പിന്നെ ഒരുപാട് സ്വർണത്തിനെയും തന്നിട്ട് പോയി. പാവം ആ ഹീരാലാൽ ഈ ഉന്നത്തിനും ആകാതെ ടാങ്കിനെ വെച്ചുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നു? ഒരുപക്ഷെ അത് എൻ്റെ അടുത്തുണ്ടായാൽ അതിനെ വിറ്റിട്ട് അതിനെ കിട്ടുന്ന കാശിനെ വെച്ച് ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ എന്താ ഈ ഹീരാലാൽ എന്തിനാ ഇത്ര കാലമായിട്ട് അതിനെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് അറിയില്ല. രണ്ടുപേരും അവരുടെ ചായ കുറേശ്ശെ കുടിക്കുകയായിരുന്നു. പിന്നെ അവർ ഇരുന്നു ആ തിളങ്ങുന്ന വെള്ളി ടാങ്കിനെ നോക്കിക്കൊണ്ട്. മറ്റൊരു വശത്ത് ഹീരാലാൽ തന്റെ പാടം കൊയ്യുകയായിരുന്നു. അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തിനടുത്തേക്ക് ഓടി വന്നത്. ചെറുക്കന്റെ വീട്ടിൽ നിന്നും കാര്യം പറയാൻ അയച്ചു വെച്ചതായിരുന്നു. ഹീരാമാമ, ഇത് കേൾക്കൂ. ചേട്ടാ, എന്തു മോനെ, എന്താ പറ്റിയത്? എന്തിനാണ് ഇത്ര വേഗത്തിൽ ഓടി വന്നത്? മാമാ, ജാനകി മാമിയാണ് അയച്ചത്. അങ്ങനെയാണോ? അങ്ങനെ എന്ത് പ്രശ്നമാ വന്നത്? നീ ഇത്ര വേഗത്തിൽ ഇവിടെ ഓടി വന്നു? ജാനകി മാമി എന്തു പറഞ്ഞെന്നാൽ ചേച്ചിയെ കാണാൻ 1 മണിക്കൂറിനകം ചെറുക്കന്റെ വീട്ടുകാർ എത്തുമെന്ന്. എന്ത്? നേരാണോ? എന്ന് വെച്ചാൽ ഞാൻ വേഗത്തിൽ ജോലി പൂർത്തിയാക്കണം. അതേ മാമ, മാമി ഇതും പറയാൻ പറഞ്ഞു. മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ലഡ്ഡും സ്വീറ്റും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് വരണമെന്ന്. ശരി മോനെ, നീ ഒരു കാര്യം ചെയ്യ്. വീട്ടിലേക്ക് പോയിട്ട് അത്തേന്റെ അടുത്ത് പറയൂ, ഞാൻ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം. അവരെ സീമനെ വേഗത്തിൽ റെഡി ചെയ്യാൻ പറയൂ. ആ ചെറിയ കുട്ടിയും ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം ഹീരാലാൽ മാർക്കറ്റിലേക്ക് ചെന്നു. ഹീരാലാൽ സ്വീറ്റ് കടയിലേക്ക് ചെന്നു. എന്നിട്ട് കുറച്ച് സ്വീറ്റ് വാങ്ങി. കടക്കാരൻ 4-5 പാക്കറ്റ് സ്വീറ്റ് പാക്ക് ചെയ്തു. അതിനുശേഷം ഹീരാലാൽ ബില്ല് ചോദിച്ചു. ചേട്ടാ, ഇതാ ചേട്ടാ, ഇത് നിങ്ങൾ ചോദിച്ച 1 കിലോ കാജു കത്ലിയാണ്, 1 കിലോ ലഡ്ഡ്, 2 കിലോ ജാംഗ്രി, പിന്നെ 6 കിലോ ഗുജിയാവും ഉണ്ട്. ഇതിന് മുഴുവനായിട്ട് 3600 രൂപ ആയിട്ടുണ്ട്. 3600? പിന്നെ എന്ത് ചേട്ടാ, ഇപ്പോൾ എല്ലാ സാധനങ്ങളും വില കൂടിയല്ലേ? വിമൽ അവിടേക്ക് വന്നെത്തി. ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? പൈസ കുറവായിട്ടുണ്ടോ എന്തോ? കുറവായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തിളങ്ങുന്ന ടാങ്കിൽ നിന്ന് തന്നേക്ക്. പക്ഷേ അതിനെ വിറ്റാൽ പോലും നിങ്ങൾക്ക് പൈസ കിട്ടില്ല. ഹീരാലാലിനെ കളിയാക്കിയതും അദ്ദേഹത്തിന് ആകെ വിഷമമായി. കുറച്ച് സ്വീറ്റ് കടക്കാരനോട് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു. ചേട്ടാ, നിങ്ങൾ കാജു കത്ലി, ജാംഗ്രി, പിന്നെ ഇമർത്തിനെ എടുത്തേക്ക്. ഹീരാലാൽ പറഞ്ഞ സ്വീറ്റ്സ് ഒക്കെ കടക്കാരനും തിരികെ എടുത്തു. പിടിച്ചോ ചേട്ടാ, ഇത് പൂർത്തിയായിട്ട് 1400 രൂപ ആയിട്ടുണ്ട്. ശരി ചേട്ടാ, നിങ്ങളുടെ പൈസ ഇതിലുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഹീരാലാൽ സ്വീറ്റ് കയ്യിലെടുത്തു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ചെന്നു. ഹീരാലാൽ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ആ വെള്ളി ടാങ്കിനെ അദ്ദേഹം കടന്നു ചെല്ലുകയായിരുന്നു. അപ്പോൾ എന്തോ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും വലിയ അത്ഭുതം നടന്ന് എന്റെ ഈ തിളങ്ങുന്ന ടാങ്കിന്റെ വില ഒരു രാത്രിയിൽ കൂടിയാൽ നന്നായിട്ടുണ്ടാവും. ഹീരാലാൽ തല കുനിച്ചുകൊണ്ട് വിഷമത്തോടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഹീരാലാൽ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് സ്വീറ്റുള്ള സഞ്ചി തന്റെ ഭാര്യ ജാനകിയുടെ കയ്യിൽ കൊടുത്തു. അവരൽപ്പം വിഷമത്തോടെ നോക്കി. കാരണം ആ സഞ്ചിയിൽ സ്വീറ്റ് വളരെ കുറവായിരുന്നു. അല്ല, എന്താ ഇത്? 2 ബോക്സ് സ്വീറ്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇതെങ്ങനെയാ വരുന്നവർക്ക് കൊടുക്കുന്നേ? ചേട്ടാ, സ്വീറ്റ് പോലും ഇത്ര കോസ്റ്റ്ലി ആയിട്ടുണ്ട്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനിടയ്ക്ക് സീമ അവളുടെ റൂമിൽ നിന്നും പുറത്തു വന്നു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വന്ന് സംസാരിച്ചു. ഇതിനു വേണ്ടി തർക്കിക്കണ്ട. വരുന്നവർ ഉള്ളതുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതി.
ആർക്കു വേണ്ടിയും നമ്മൾ തലകുനിയേണ്ട ആവശ്യമില്ല. ഉള്ളതുകൊണ്ട് നമ്മൾ ഭംഗിയായി ജീവിച്ചാൽ മതി. ജാനകിയുടെയും ഹീരാലാലിന്റെയും കണ്ണുകൾ ഇത് കേട്ട് നിറഞ്ഞു. പിന്നെ തന്റെ മകളുടെ വാക്ക് കേട്ട് വളരെ ബഹുമാനമായി തോന്നി. പിന്നെ ഹീരാലാൽ എന്തു പറഞ്ഞെന്നാൽ, മോളെ, നിന്റെ കല്യാണം നന്നായിട്ട് നടക്കണം. ഇത് എന്റെ സ്വപ്നമാണ്. പക്ഷെ നമ്മളുടെ അവസ്ഥ വളരെ മോശമായിട്ടുണ്ടല്ലേ. എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം കുറെ കാശുണ്ടാക്കണം. നിന്റെ കല്യാണത്തിന് ഒരുപാട് നന്നായിട്ട് ചെയ്യണം. അച്ഛാ, നിങ്ങൾ അതൊക്കെ കളയേ. ചെറുക്കന്റെ വീട്ടുകാർ വന്നോണ്ടിരിക്കുക. നിങ്ങൾ ആദ്യം ചെന്ന് റെഡിയാകച്ചാ. ഹീരാലാൽ തലയനക്കി ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോയി. പിന്നെ സീമയും ജാനകിയും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. സമയം വൈകുന്നേരമായി. ചെറുക്കന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു. അദ്ദേഹം നന്നായി ഡ്രസ് ചെയ്തുകൊണ്ട് കാണാൻ വളരെ ശാന്തനായിരുന്നു. ജാനകിയും ഹീരാലാലും അവരുടെ മകളെ അവിടേക്ക് വരാനായി പറഞ്ഞു. സീമ ട്രേയിൽ സ്വീറ്റും ചായയുമൊക്കെ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. ചെറുക്കന്റെ വീട്ടുകാർക്ക് അവളെ ഉടനെ തന്നെ ഇഷ്ടമായി. ഹീരാലാലിനും ചെറുക്കനെ വളരെ ഇഷ്ടമായി കഴിഞ്ഞു. അതിനുശേഷം ജാനകിയും സീമയും അകത്തേക്ക് ചെന്നു. അതിനുശേഷം ഹീരാലാൽ ചെറുക്കന്റെ വീട്ടുകാരോട് കല്യാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ശരി ശരി, എല്ലാം ഓക്കെയാണ്. ഹീരാലാൽ ചേട്ടാ, നമ്മൾ മറ്റു കാര്യങ്ങളും സംസാരിച്ചാലോ? അപ്പോൾ എല്ലാം ക്ലിയർ ആയി പോവും. എന്താ പറയുന്നത്? ഹീരാലാൽ സാർ, ഇനി എന്താണ് മറയ്ക്കാനുള്ളത്? ഞങ്ങളുടെ മകൻ സിറ്റിയിൽ ഗവൺമെന്റ് ജോലി ചെയ്യുകയാണ്. സ്നേഹമുള്ളവനും നല്ലവനുമാണ്. നിങ്ങളുടെ വരുംകാല മരുമകന് നിങ്ങൾ ഒന്നും തന്നെ നൽകില്ലേ? ഹീരാലാൽ ഉടനെ ഞെട്ടിപ്പോയിരുന്നു. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നെന്ന് പറയൂ, ഞാൻ എല്ലാവற்றிനും ചെയ്തേക്കാം. എന്താണ് ചോദിക്കാൻ പറയുന്നത്? 25 പവൻ സ്വർണവും 4 ഏക്കർ സ്ഥലവും വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ ഹീരാലാൽ ചേട്ടാ, നിങ്ങൾ ഇത് എല്ലാവറ്റിനും തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ മകന് വേണ്ടി കുറേ സ്ഥലത്തിൽ നിന്ന് സംബന്ധം വന്നുകൊണ്ടിരിക്കുന്നു. ഹീരാലാൽ കുനിഞ്ഞ തലയോടെ വളരെ വിഷമത്തോടെ എന്തു പറഞ്ഞെന്നാൽ, ശരി ശരി, ഞാൻ ഇത് എല്ലാവറ്റിനും ഏർപ്പാട് ചെയ്തേക്കാം. പക്ഷേ എനിക്ക് നിങ്ങൾ കുറച്ച് സമയം തരണം. സമയമോ? ഞങ്ങളെ കൊണ്ട് 1 മാസം സമയം തരാൻ പറ്റും. അതിൻ്റെ മുകളിൽ പോയാൽ ഞങ്ങളെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ചെക്കൻ സിറ്റിയിൽ നിന്ന് 1 മാസത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ 1 മാസം സമയത്തിനകത്ത് ഞങ്ങൾ അവന് കല്യാണം ചെയ്തേക്കണം. ശരി, തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യത്തിനെ ശ്രദ്ധിച്ചോളാം. രണ്ടുപേരും തലയനക്ക് ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോയി. ഹീരാലാൽ തന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. വിഷമത്തോടെയും വേദനയോടെയും ജാനകി ആ റൂമിലേക്ക് വന്നു. ഹീരാലാൽ വിഷമത്തോടെ ഇരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ചെറുക്കന്റെ വീട്ടുകാർ ചോദിച്ചത് ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. എന്താണ് പറ്റിയത്? നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ചെക്കന്റെ വീട്ടിലെ ആൾക്കാർ 25,000 സ്വർണവും പിന്നെ 4 ഏക്കർ സ്ഥലവും ചോദിക്കുന്നുണ്ട്. ഇത്ര പൈസയ്ക്ക് വേണ്ടി ഞാൻ എവിടെ ഈ പോവാണ്? ബന്ധം വളരെ കഷ്ടപ്പെട്ട് കിട്ടിയതാണ്. ഞാൻ എന്റെ സ്വർണ്ണ വളയെല്ലാം തന്നെ പണയം വയ്ക്കാം. പക്ഷെ ബാക്കിയുള്ളതിന് ഹീരാലാൽ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സീമ ഒരു ബക്കറ്റിലെ വെള്ളവും പിന്നെ തുണിയോടുകൂടി അവിടേക്ക് വന്നത്. അച്ഛാ വരൂ, ഇന്ന് നമ്മൾ ടാങ്ക് വൃത്തിയാക്കേണ്ട ദിവസമല്ലേ? ഞാൻ എന്ത് ചെയ്യാനാ മോളെ, ഞാൻ എത്ര കഷ്ടത്തിലുണ്ടല്ലേ. എന്റെ ഈ കഷ്ടത്തിൽ ചെക്കന്റെ വീട്ടിലെ ആൾക്കാർ ചോദിക്കുന്നതിന് എന്നെ കൊണ്ട് എങ്ങനെ തരാൻ പറ്റും? അയ്യോ അച്ഛാ, ഇതാണോ കാര്യം? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ആ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരൂ വരൂ, ജോലിക്ക് സമയമായി. ഹീരാലാൽ അല്പസമയം ചിരിച്ചു. എന്നിട്ട് സീമയോടൊപ്പം പുറപ്പെട്ടു പോയി. ഹീരാലാലും സീമയും ആ ടാങ്കിനരികിലേക്ക് ചെന്നു. എന്നിട്ട് മുകളിലേക്ക് കയറി. മുകളിലേക്ക് ചെന്നതും അവർ ആ ടാങ്കിനെ ചുറ്റിലും വൃത്തിയാക്കാൻ തുടങ്ങി. സമയം വൈകുന്നേരമായി. ടാങ്ക് നന്നായി തിളങ്ങാൻ തുടങ്ങി. സൂര്യന്റെ പ്രകാശം അതിന്റെ മേലിൽ പതിക്കുകയായിരുന്നു. അച്ഛാ, ഗ്രാമത്തിലെ ജനങ്ങൾ ഈ ടാങ്കിനെ വേസ്റ്റ് കുപ്പ എന്ന് കരുതുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് മാത്രം തോന്നുന്നു നമ്മുടെ തലയെടുത്ത് തന്നെ ഇത് കാരണം മാറുമെന്ന്. പറയാനാ മോളെ, ഗ്രാമത്തിലെ ആൾക്കാർ പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നമ്മളുടെ പൂർവികൾ ഏതോ ആലോചിച്ചാണ് ഇത് കട്ടിയത്. പക്ഷേ ഈ ടാങ്കിന്റെ അവസ്ഥയെ ഇപ്പോൾ കാണുമ്പോൾ ഇനി ഇത് ഏതിനും ഉപയോഗപ്പെടില്ല എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കച്ചാ. പിന്നെ എനിക്ക് സത്യം ചെയ്യൂ, ഇത് നിങ്ങൾ ഒരിക്കലും വിൽക്കരുത്. ഹീരാലാൽ കുറച്ചു സമയം ചിരിച്ചു. അതിനുശേഷം, ശരി മോളെ, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ ഈ ടാങ്കിനെ എപ്പോഴും വിൽക്കില്ല. ഹീരാലാലും സീമയും ആ ടാങ്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. സൂര്യൻ അസ്തമിക്കുന്ന ആ ദിവസത്തിന്റെ അവസാനം സന്തോഷവും വിഷമവും രണ്ടും കൊണ്ട് നിറഞ്ഞതായിരുന്നു. അങ്ങനെ അത് അവസാനിച്ചു. മറ്റൊരു ദിവസവും അതുപോലെ തുടങ്ങി. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, ആളുകൾ ജോലിക്കും പോകുന്നുണ്ട്. ചില ഗ്രാമത്തിലെ ജനങ്ങൾ ഇപ്പോഴും ചായക്കടയിൽ ഇരിക്കുകയാണ്.
അവർ ആ ടാങ്കിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുട്ടികൾ അതിന്റെ മേലിൽ ചെറിയ ചെറിയ കല്ലുകൾ എറിയുകയായിരുന്നു. അപ്പോഴാണ് ഹീരാലാൽ അവിടേക്ക് വന്നത്. അദ്ദേഹം കുട്ടികളെ തടഞ്ഞു. ചേടാ കുട്ടികളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതാണോ മാമ, ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നോക്കുമോനെ, ഇങ്ങനെ ഒരു സാധനത്തിനെ നശിപ്പിക്കുന്നത് ഒന്നും കളിയല്ല. നിങ്ങൾ ഇതുപോലെ സാധനത്തിന് മര്യാദ തരണം. ഇന്ന് വില കുറവായിട്ട് കാണുന്ന സാധനങ്ങൾ നാളെ തന്നെ ഒരുപാട് വില ഉയർന്നും ഇരിക്കാം. ശരി മാമ, ഇനി മുതൽ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഹീരാലാൽ ചിരിച്ചുകൊണ്ട് തല കുലുക്കി ശരിയെന്ന് സമ്മതിച്ചു. ഗ്രാമത്തിലെ കുട്ടികളും സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അതേ സമയത്ത് ഗ്രാമത്തിലുള്ള കുറച്ചാളുകൾ അവിടേക്ക് വന്നു. ഹീരാലാൽ, എന്തിനാണ് ഈ സമയത്തിനെ കളയുന്നത്? കുട്ടികൾ ഏതോ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ടാങ്കിന് എന്ത് വിലയാണുള്ളത്? ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ഈ ടാങ്കിനെ 1 ലക്ഷത്തിന് വിറ്റേക്ക്. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ നിന്റെ കഷ്ടം കുറച്ച് കുറയുമല്ലേ? പിന്നെ നിന്റെ മകളുടെ കല്യാണത്തിനും ഒരുപാട് സഹായമായിരിക്കും. എന്ത് പറ്റി? നീ നിന്നെ പറ്റി കുറച്ച് ആലോചിച്ചു നോക്കെ. ഈ ടാങ്കിനെ കൊണ്ട് നിനക്ക് ഒരു ഉപയോഗവും ഇല്ലായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എപ്പോഴും ഈ ടാങ്കിനെ എന്നോടൊപ്പം വെച്ചിരിക്കും. ഇത് എൻ്റെ പൂർവികളുടെ അവസാനത്തെ അടയാളമായിട്ടുണ്ട്. ഞാൻ ഇതിനെ വിൽക്കുന്നത് തീർച്ചയായിട്ടും പറ്റാത്ത കാര്യമാണ്. ഞങ്ങളെ നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചു. ശരി, കുഴപ്പമില്ല. അത് ശരി, നീ ഇപ്പോൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഗ്രാമത്തിന്റെ അടുത്ത് ഒരു സ്വർണ്ണക്കട ഉണ്ടല്ലേ, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കുറച്ച് സംസാരിക്കണം. എന്റെ മകളുടെ കല്യാണത്തിനെ പറ്റി സംസാരിക്കണം. ശരി ഹീരാലാൽ, നീ പോകുന്ന കാര്യം പൂർത്തിയായാലും ഓക്കെ. ഒരുപക്ഷെ പറ്റില്ലെങ്കിൽ ഞാൻ നിന്റെ ടാങ്കിനെ വാങ്ങിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഹീരാലാൽ സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോയി. ഗ്രാമത്തിലെ ജനങ്ങളും അവിടെ നിന്നും പോയി. ഹീരാലാൽ ഗ്രാമത്തിനു പുറത്ത് റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ കാർ അദ്ദേഹത്തിനടുത്ത് വന്നത്. കാറിൽ ആ ജില്ലയുടെ മജിസ്ട്രേറ്റ് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ കാറിനെ ഹീരാലാലിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ നോക്കൂ, ഇത് ആ ഗ്രാമമല്ലേ? ഇവിടെയല്ലേ ഒരു വെള്ളിയിലുള്ള ടാങ്ക് ഉള്ളത്? അതെ, പറയൂ. ഞങ്ങൾ ആ ടാങ്കിന്റെ ഓണറിനെ മീറ്റ് ആവണം. അദ്ദേഹം എവിടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ കൊണ്ട് പറയാൻ പറ്റുമോ? ഞാനാണ് ആ ടാങ്കിന്റെ മുതലാളി. പറയൂ, എന്താ കാര്യം? നിങ്ങളോ? ഡ്രൈവർ പുറകിലോട്ട് തിരിഞ്ഞ ആ ജില്ലാ മജിസ്ട്രേറ്റിനോട് എന്തോ പതുക്കെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഹീരാലാലിനെ നോക്കി. മാഡം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. പറയൂ മാഡം, എന്താ കാര്യം? അവർ ഹീരാലാലിന്റെ അവസ്ഥ നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതിൽ സംശയിച്ചു. എന്തു പറ്റി മാഡം? നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വസ്ത്രം കണ്ടാൽ ആ ടാങ്കിന്റെ മുതലാളിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എന്ത് പറയാനാ മാഡം? എന്റെ പൂർവികൾ എനിക്ക് അത് തവരെ വേറെ ഏതും തന്നിട്ടില്ല. എനിക്ക് ആ ടാങ്ക് മാത്രമാണ് ഉള്ളത്. ഞാൻ എന്റെ പാടത്തിനെ വാടകയ്ക്ക് വിറ്റ് അതുകൊണ്ട് കുറച്ച് കാശുണ്ടാക്കുന്നു. അതല്ലാതെ എന്റെ വരുമാനത്തിന് ഒരു സാധനവും ഇല്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. നിങ്ങൾക്കൊന്നും അറിയാമോ? വെള്ളിയുടെ വില കൂടിയത് കാരണം നിങ്ങളുടെ ഈ ടാങ്കിന്റെ വില എത്രയാണെന്ന്? ഇല്ല മാഡം, എനിക്ക് ഇതിനെ പറ്റി ഒരു കാര്യവും അറിയില്ല. ആ ടാങ്കിന്റെ വില ഇപ്പോൾ കൂടി 1 കോടി രൂപയായി. എന്ത്? 1 കോടിയോ? അതെ, ഗവൺമെന്റ് ഇത് വാങ്ങി ഈ വെള്ളി ഉരുക്കി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മുതലാളിയെ ഞങ്ങൾ നോക്കണം. പക്ഷെ ആദ്യം ഞാൻ അത് ചെക്ക് ചെയ്യും, എന്നിട്ടേ പറയുള്ളൂ പണം ആർക്ക് നൽകണമെന്ന്. ഹീരാലാലിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷേ രാംകിഷൻ അവർ സംസാരിക്കുന്നത് കേട്ടു. ഈ വിഷയം ഗ്രാമം മുഴുവനും പരന്നു. പിന്നെ എല്ലാരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ ഇതിനിടയ്ക്ക് ഗ്രാമത്തിലെ സ്പീക്കറിലും അറിയിപ്പ് നൽകാൻ തുടങ്ങി. നമ്മളുടെ ഗ്രാമത്തിലുള്ള ഈ ടാങ്കിന്റെ വിലയിനെ ഗവൺമെന്റ് 1 കോടിയായിട്ട് നിർണയിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഈ ടാങ്ക് ആരുടേതോ അവര് DM ഓഫീസിലേക്ക് വരണം. ഈ ടാങ്കിന്റെ മുതലാളി നിങ്ങളാണെന്ന് നിരൂപിച്ചിട്ട് നിങ്ങളുടെ പൈസ വാങ്ങിച്ചോളൂ. എല്ലാരും അത് നോക്കി. അടുത്ത ദിവസം ആ ഓഫീസിനടുത്ത് ഗ്രാമത്തിലെ ജനങ്ങൾ വലിയൊരു ക്യൂ ആയി നിൽക്കുകയായിരുന്നു. എല്ലാരും അത്യാഗ്രഹം കൊണ്ട് ആ ടാങ്ക് തന്റേതാണെന്ന് നിരൂപിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആർക്കും അത് പറ്റിയില്ല. വിജയിക്കാനും ആയില്ല. അതോടെ ആ ദിവസവും അവസാനിച്ചു. സമയം രാത്രിയായി. ഹീരാലാൽ ജാനകിയോടും സീമയോടുമൊപ്പം ഇരിക്കുകയായിരുന്നു. വളരെ വേദനയോടും വിഷമത്തോടും കൂടി ഇരുന്നു. ടാങ്കിന്റെ വില കൂടിയതിൽ അദ്ദേഹത്തിന് സന്തോഷമാണ്. ഒപ്പം വിഷമവും ഉണ്ടായിരുന്നു. കാരണം ടാങ്ക് അദ്ദേഹത്തിന്റേതാണെന്ന് നിരൂപിക്കാൻ ഒരു തെളിവും ഇല്ലായിരുന്നു. അല്ല, ഇപ്പൊ എന്താണ് പറ്റിയത്? എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആ DM മാഡം എന്റെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാരെ അവരെ കേട്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ ടാങ്ക് അവർതാണെന്ന് നിരൂപിക്കാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വന്തമായ സാധനം നമ്മളെ വിട്ടു പോകാൻ പോകുന്നുണ്ട്. നമ്മൾ പറ്റിക്കപ്പെട്ടു. ഹീരാലാലും ജാനകിയും ഈ അവസ്ഥയിൽ കരയാൻ തുടങ്ങി. അപ്പോഴാണ് സീമ ഇടയ്ക്ക് സംസാരിച്ചത്. അച്ഛാ,
ഞാൻ അറിഞ്ഞിട്ടുണ്ട് മുൻപേ ഇതുപോലെ പേപ്പറിൽ ഒരു വസ്തുവിന്റെ അവകാശം അങ്ങനെ എഴുതപ്പെടാറില്ലെന്ന്. ആ വസ്തുവിൽ അവരുടെ പേരോ ഇനിഷ്യലോ എഴുതി വെക്കുമെന്ന്. എന്നാലേ അതിന്റെ മുതലാളി ആരെന്ന് അറിയാവോ? ആർക്കറിയാം, നമ്മുടെ വെള്ളി ടാങ്കിലും അതുപോലെ എന്തെങ്കിലും എഴുതിയിരിക്കാമല്ലോ. ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലല്ലേ. ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടാങ്ക് നമ്മുടേതാണെന്ന് നമ്മളെ കൊണ്ട് നിരൂപിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഹരിലാൽ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ആ ദിവസം അവരുടെ മുഖത്ത് സന്തോഷത്തോടു കൂടി അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ ഹീരാലാൽ, സീമ പിന്നെ ജാനകിയും ചേർന്ന് ആ ടാങ്കിനരികിലേക്ക് ചെന്നു. അപ്പോഴാണ് ആ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കാറും പിന്നെ ഒരു ഫോറൻസിക് ടീമും അവിടേക്ക് വന്നത്. നിങ്ങൾക്കറിയാമോ ശരിക്കും അങ്ങനെ എന്തെങ്കിലും കാണുമെന്ന്? അത് അറിയില്ല മാഡം, പക്ഷേ വിശ്വാസമുണ്ട്. മജിസ്ട്രേറ്റ് ഫോറൻസിക് ആളുകളെ നോക്കി തലയനക്കി. ആ ടീം ടാങ്കിന് മുകളിൽ കയറി പരിശോധിക്കാൻ തുടങ്ങി. ആ ടാങ്കിൽ ആ പേരിന്റെ അടയാളം എന്തെങ്കിലും ഉണ്ടെന്ന് പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. സൂര്യൻ അസ്തമിക്കും തോറും സമയം സന്ധ്യയായി. ഹീരാലാൽ വളരെ വിഷമത്തോടെ ഇരുന്നു. ടാങ്കിൽ ഒന്നും കിട്ടാത്തത് കാരണം അദ്ദേഹം വിഷമത്തിലായിരുന്നു. പിന്നെ മജിസ്ട്രേറ്റ് വളരെ ദേഷ്യത്തിലായിരുന്നു. അപ്പോഴാണ് ഫോറൻസിക് ടീമിൽ ഒരാൾക്ക് മറയുന്ന ആ പ്രകാശത്തിൽ എന്തോ തിളങ്ങുന്നത് പോലെ കണ്ടത്. ഇത് ഹീരാലാലിന്റെ വംശത്തിലുള്ളവരുടെ സർനെയിമാണ്, ചൗധരി. ടാങ്കിൽ എഴുതപ്പെട്ടിരുന്നു. അദ്ദേഹം ഇക്കാര്യം എല്ലാരോടും പറഞ്ഞു. ഹീരാലാലിന്റെയും ജാനകിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സീമയും സന്തോഷം കൊണ്ട് ചിരിച്ചു. കണ്ടോ അച്ഛാ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു ദിവസം ഇത് നമ്മുടെ തലയെഴുത്ത് മാറ്റുമെന്ന്. ഹീരാലാൽ സന്തോഷത്തോടെ സീമയെ കെട്ടിപ്പിടിച്ചു. ശരിക്കും അതേ സമയം ചെറുക്കന്റെ വീട്ടുകാർ അതേ സ്ഥലത്തേക്ക് കാറിൽ വന്നു. കാരണം ഹീരാലാൽ ഒരു മാസത്തിനു മുൻപേ വാക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. പണത്തിനുള്ള ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്യുമെന്ന്. ശരി, ഇപ്പോൾ ഇത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നാളെ നിങ്ങൾ ഓഫീസിലേക്ക് വരൂ. നിങ്ങൾക്കായുള്ള പണത്തിന് ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു വയ്ക്കാം. അവർ പോകാനായി തിരിച്ചതും ഹീരാലാൽ അവരെ വിളിച്ചു. മാഡം, മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി. തല അനക്കി എന്താണെന്ന് ചോദിച്ചു. ഇത് എന്റെ പൂർവികൾ എനിക്ക് തന്ന സ്വത്താണ്. കുറച്ച് പൈസന് വേണ്ടി എന്നെ കൊണ്ട് ഇതിനെ വിൽക്കാൻ പറ്റില്ല. ഇന്ന് എന്റെ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളും ഇതിലാണ് വെള്ളം കുടിക്കുന്നത്. ഗ്രാമത്തിലെ പെൺകുട്ടികളെല്ലാം ഇതിലുള്ള വെള്ളം പിടിച്ചാണ് അവരുടെ കുടുംബത്തിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ മാഡം, വെള്ളിയിലെ ഒരുപാട് നല്ല പ്രോപ്പർട്ടീസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൽ സേമിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കുന്നത് കാരണം മനുഷ്യർ അസുഖം പിടിക്കാതെ രക്ഷപ്പെടും. മജിസ്ട്രേറ്റ് ചിരിച്ചു. തല കുലുക്കി ശരിയെന്ന് സമ്മതിച്ചു. ശരി ഹീരാലാൽ സർ, ഞാൻ ഇതിവിടെ നിന്നും എടുക്കില്ല. പിന്നെ ഞാൻ ഗവൺമെന്റിനോട് ഇതിനുള്ള അപ്പീലും ചെയ്യാം. നിങ്ങൾക്ക് മാസം മാസം ഇതിനുള്ള വാടക തരണമെന്ന്. ഹീരാലാൽ ചിരിച്ചുകൊണ്ട് ശരിയെന്ന് സമ്മതിച്ചു. മജിസ്ട്രേറ്റ് അവിടെ നിന്നും തിരിച്ചു. അവർ ഒരുപാട് സന്തോഷിച്ചു. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കി. ചെറുക്കനും അടുത്തേക്ക് വന്നു. ഞാനും ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഗവൺമെന്റ് ഓഫീസിൽ ഇരിക്കുന്നതിന് കാരണം ഞാൻ എന്താ കണ്ടെന്ന് വെച്ചാൽ മനുഷ്യന്മാരെല്ലാവരും അത്യാഗ്രഹപ്പെടുമെന്ന്. എല്ലാവരും അവർക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടാവണമെന്ന്, പൈസക്കാരായി ഇരിക്കണമെന്ന് തെറ്റായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് കണ്ടതിന് ശേഷം ഞാൻ എന്താ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സീമയെ പൈസ ഇല്ലാതെ കല്യാണം കഴിക്കും. അതിനാവുന്ന ചെലവിനെ നമ്മൾ രണ്ട് കുടുംബവും ചേർന്ന് നോക്കിക്കൊള്ളാം. ഹീരാലാലിന്റെ കുടുംബവും ചെറുക്കന്റെ വീട്ടുകാരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. മുഖത്ത് സന്തോഷത്തോടു കൂടി ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.